ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ വർക്ക് സൂപ്രണ്ടിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിമെൻ്റ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിമെൻറ്റിൻ്റെ ഫീൽഡ് ടെസ്റ്റ് പഠിച്ചു. ഫീൽഡ് ടെസ്റ്റ് ഫോർ സിമെൻ്റ് എന്തൊക്കെയായിരുന്നു? കളർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പ്രസൻസ് ഓഫ് ലംസ്, സ്ട്രെങ്ത്, ഇതൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ സിമെൻ്റ്, അതായത് ലബോറട്ടറി ടെസ്റ്റ് ഫോർ സിമെൻ്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതില്ല പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷൻ, ഫൈൻനെസ്, compressive strength, tensile strength, consistency, setting time, soundness, ഇത്രയാണ് നമുക്ക് ലബോറട്ടറി ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ കോൺസ്റ്റുവൻസ്, സിമെന്റിലെ കെമിക്കൽ കോൺസ്റ്റുവൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പല ടെസ്റ്റുകളും നടത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡിനറി സിമെന്റിലെ കെമിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ഒരു ഓർഡിനറി സിമെന്റിലെ കെമിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റേഷ്യോ പെർസെൻറ്റേജ് അലുമിന ടു അയൺ ഓക്സൈഡ്. റേഷ്യോ പെർസെൻറ്റേജ് അലുമിന ടു ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.66. ഓക്കെ, ഈ വാല്യൂസ് പഠിക്കണം. റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് അലുമിന ടു അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് 0.66-നെക്കാളും കുറയാൻ പാടില്ല. Then ratio percentage of lime to those of alumina, iron oxide and silica. Okay, ratio percentage lime to those of alumina, iron oxide and silica എന്ന് പറഞ്ഞാൽ should not be less than 0.66 and should not be greater than 1.02. 1.02 കൂടാനും പാടില്ല, 0.66 കുറയാനും പാടില്ല ആ ഒരു റേഷ്യോ. ഓക്കെ, ഇനി ടോട്ടൽ ലോസ് ഓൺ ഇഗ്നീഷൻ എന്ന് പറയുന്നത് 4% ഗ്രേറ്റർ ആവാൻ പാടില്ല. ഓക്കെ, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 4%. ഇനി ടോട്ടൽ സൾഫർ കണ്ടന്റ്, അതായത് SO3 എന്ന് പറയുന്നത് should not be greater than 2.75%. Total sulfur content എന്ന് പറഞ്ഞാൽ sulfur content is calculated as SO3. Okay, and it should not be greater than 2.75%. Weight of insoluble residue. Weight of insoluble residue എന്ന് പറയുന്നത് should not be greater than 1.5%. Then weight of magnesia എന്ന് പറഞ്ഞാൽ should not exceed 5%. അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ കോമ്പോസിഷൻ. ഒരു ഓർഡിനറി സിമെന്റിലെ കെമിക്കൽ റിക്വയർമെന്റ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ കെമിക്കൽ കോമ്പോസിഷൻ ആയിരുന്നു ഫസ്റ്റ് ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈൻനെസ്. ഓക്കെ, എന്താണ്? ഫൈൻനെസ്. ഫൈൻനെസ് ആണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫൈൻനെസ് എന്നതിൽ എന്താണ്? ഈ ഫൈൻനെസ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് carry out ചെയ്യുന്നത്? carry out to check proper grinding of cement. എന്താണ്? സിമെന്റിന്റെ പ്രോപ്പർ ഗ്രൈൻഡിങ്. എന്താണ്? പ്രോപ്പർ ഗ്രൈൻഡിങ്. ഓക്കെ, സിമെന്റ് പ്രോപ്പർ ആയിട്ട് ഗ്രൈൻഡിങ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫൈൻനെസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈൻനെസ് ദിസ് ടെസ്റ്റ് ഈസ് carried out to check proper grinding of cement. ഓക്കെ, ഇനി ഫൈൻനെസ് ഓഫ് സിമെന്റ് പാർട്ടിക്കിൾസ് മേ ബി ഡിറ്റർമിൻഡ് എയ്തർ ബൈ. ഫൈൻനെസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫൈൻനെസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നുകിൽ സീവ് ടെസ്റ്റ് അല്ലെങ്കിൽ സീവ് അനാലിസിസ് നടത്താം, ഓർ ബൈ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ്. എന്താണ്? പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഫൈൻനെസ് ടെസ്റ്റ് നമ്മൾ സിമെന്റ് പാർട്ടിക്കിൾസിന്റെ ഫൈൻനെസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ സീവ് ടെസ്റ്റ് നടത്താം അല്ലെങ്കിൽ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ് നടത്താം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് സീവ് ടെസ്റ്റ് ആണ്. എന്താണ് പറയുന്നത്? സീവ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സീവ് ടെസ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ആദ്യം നമ്മള് എന്താണ് സിമെന്റ് എടുക്കണം. സിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, സിമെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 gram. ഓക്കെ, സിമെന്റിന്റെ വെയിറ്റ് എത്രയാണ്? 100 gram ആണ്. എന്നിട്ട് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി പാസ്ഡ് ഫോർ 15 minutes. ഓക്കെ, 15 minutes എന്തിൽ കൂടി പാസ് ചെയ്യണം? It is continuously passed for 15 minutes through standard IS sieve number 9. ഏതാണ്? IS sieve number 9-ൽ കൂടി എന്താണ് 15 minutes ഇതിനെന്ത് ചെയ്യുക? പാസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സീവ് ടെസ്റ്റിൽ ആദ്യം സിമെന്റ് 100 gram ആണ് എടുക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി IS sieve number 9-ൽ കൂടി 15 minutes പാസ് ചെയ്യുക. ഓക്കെ, the residue is then weighed. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ റെസിഡ്യൂ എടുത്ത് വെയ് ചെയ്യണം. ആൻഡ് ദിസ് വെയിറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ഒറിജിനൽ വെയിറ്റ്. ഓക്കെ, 10% ഓഫ് ഒറിജിനൽ വെയിറ്റ്. ഓക്കെ, ഒറിജിനൽ വെയിറ്റിന്റെ 10% കൂടാൻ പാടില്ല. എന്തെന്ന് പറയുന്നത്? ആ വെയിറ്റ് ഓഫ് റെസിഡ്യൂ എന്ന് പറയുന്നത് should not be greater than 10% of original weight.
ഇതാണ് എന്താണെന്ന് പറയുന്നത് സീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ്. എന്താണ്? പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫൈനസ് കണ്ടുപിടിക്കാനാണ്, പ്രോപ്പർ ഗ്രൈൻഡിങ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമന്റ് പാർട്ടിക്കിൾസ് ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? സ്പെസിഫിക് സർഫസ് ഏരിയ. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമന്റ് പാർട്ടിക്കിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സീവ് ടെസ്റ്റ്. സീവ് ടെസ്റ്റിനേക്കാൾ ഈ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് യൂണിഫോമിറ്റി ഓഫ് ഫൈനസ്. ഇത് എന്തിനെ പറ്റി ഒരു ഐഡിയ തരും? യൂണിഫോമിറ്റി. എന്താണ്? യൂണിഫോമിറ്റി ഓഫ് ഫൈനസിന്റെ യൂണിഫോമിറ്റിയെ പറ്റി എന്ത് ചെയ്യും? നമുക്കൊരു ഐഡിയ തരും. ഏതാണ്? പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സർഫസ് ഏരിയ ആണ്. സിമന്റ് പാർട്ടിക്കിൾസ് സ്പെസിഫിക് സർഫസ് ഏരിയ ആണ് നമുക്ക് ഇതുവഴി കിട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ സ്പെസിഫിക് സർഫസ് ആക്ട്സ് ആസ് എ മെഷർ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ആവറേജ് സൈസ്. ഓക്കെ, സ്പെസിഫിക് സർഫസ് എന്ന് പറഞ്ഞാൽ ആക്ട്സ് ആസ് എ മെഷർ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ആവറേജ് സൈസ്. ഇനി സ്പെസിഫിക് സർഫസ് ഓഫ് സിമന്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. എന്താണ് ഈ സ്പെസിഫിക് സർഫസ് എന്ന് പറയുന്നത്? സ്പെസിഫിക് സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഓക്കെ, 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാമിൽ കുറയാൻ പാടില്ല. എന്താണ്? സിമന്റ് പാർട്ടിക്കിൾസിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫൈനസിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ടെസ്റ്റ് ഏതായിരുന്നു? ഇറ്റ് ഈസ് കെമിക്കൽ കോമ്പോസിഷൻ. ഇപ്പൊ നമ്മൾ നോക്കിയത് ഫൈനസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്. ഏതാണ്? കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ് നമ്മുടെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ടെസ്റ്റ് ഈസ് carried out to determine the compressive strength of cement. സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ഇന്ന് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മോർട്ടാർ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മോർട്ടാർ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെ കൊണ്ടാണ്? സിമെന്റും സാൻഡും വെച്ചിട്ടാണ്. സിമെന്റും സാൻഡും കൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ആദ്യം മോർട്ടാർ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഈ സിമെന്റ് സാൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1:3. എന്താണ്? 1 വെയിറ്റ് സിമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 3 times വെയിറ്റ് ഉള്ള സാൻഡ് എടുക്കണം. ഓക്കെ, അതായത് x gram ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് ഈസ് മിക്സഡ് വിത്ത് 3x gram ഓഫ് സിമെന്റ്. ഓക്കെ, 1:3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പൊ x gram സിമെന്റ് എടുത്താൽ അതിനെ എന്തുമായിട്ട് മിക്സ് ചെയ്യണം? 3 gram ഓഫ് സിമെന്റ് സാൻഡുമായിട്ട് എന്ത് ചെയ്യണം? 3x gram ഓഫ് സാൻഡുമായിട്ട് മിക്സ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മോർട്ടാർ പ്രിപ്പയർ ചെയ്യുക. അത് സിമെന്റും സാൻഡും ആണ് നമ്മൾ വെച്ചിട്ട് മോർട്ടാർ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ മോർട്ടാറിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, വാട്ടർ ഈസ് ആഡഡ് ടു ദ മോർട്ടാർ. വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഈസ് കെപ്റ്റ് as 0.4. എത്രയാണ്? വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെപ്റ്റ് as 0.4. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് ഇതുകൊണ്ട് 0.4 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 0.4x gram. എത്രയാണ്? 0.4x gram വാട്ടർ ഞാൻ ആഡ് ചെയ്യണം ടു എ ഡ്രൈ മോർട്ടാറിലേക്ക് എത്ര വാട്ടർ ആഡ് ചെയ്യണം? 0.4x gram എന്ത് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യണം. അപ്പൊ x gram സിമെന്റ് എടുത്തു, അതിൽ 3x gram നമ്മൾ സാൻഡ് ആഡ് ചെയ്തു, എന്നിട്ട് അതിൽ 0.4x എത്രയാണ് എന്ത് ചെയ്യണം? വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ മോർട്ടാർ നമ്മളിപ്പോൾ വാട്ടർ ആഡ് ചെയ്തു. ഇനി ഇതിനെ എന്ത് ചെയ്യണം? മൗൾഡിലേക്ക് പ്ലേസ് ചെയ്യുക. ഓക്കെ, മൗൾഡിൽ ഞാൻ പ്ലേസ് ചെയ്തു. ടെസ്റ്റ് സ്പെസിമെൻസ് ആർ ഇൻ ദ ഫോം ഓഫ് ക്യൂബ്സ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ്? ക്യൂബുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് സ്പെസിമെൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ക്യൂബിന്റെ സൈസ് എന്ന് പറയുന്നത് ക്യൂബ് വിത്ത് സൈഡ്സ് ആസ് 76 mm, 70.6 mm അല്ലെങ്കിൽ 76 mm. എന്താണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്? 76 mm or 70.6 mm ക്യൂബ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മൗൾഡ് എന്ന് പറയുന്നത് മെറ്റൽ മൗൾഡ് ആയിരിക്കും. ആൻഡ് ദേ ആർ കൺസിഡർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സ്പെസിമെൻസ് ക്യാൻ ബി ഈസിലി ടേക്കൺ ഔട്ട് വിത്തൗട്ട് ബീങ് ഡാമേജ്ഡ്. അപ്പൊ നമ്മൾ ഇതിന്റെ മൗൾഡ് എന്ന് പറയുന്നത് എന്താണ്, സ്പെസിമെൻസ് എന്ന് പറയുന്നത് ഡാമേജ് ഒന്നും കൂടാണ്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൗൾഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മെറ്റൽ മൗൾഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ 70.6 mm ആൻഡ് 76 mm ക്യൂബ്സ്, നമ്മളിവിടെ പറഞ്ഞു ക്യൂബ് ഏതാണ് 76 mm എടുക്കുക അല്ലെങ്കിൽ 70.6 mm നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, സിമെന്റ് റിക്വേർഡ് ഈസ് 185 gram ആൻഡ് 235 gram. അപ്പോൾ ഓരോന്നിനും 70.6 mm ക്യൂബ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 185 gram എന്ത് വേണം, സിമെന്റ് വേണം. ഓക്കെ, 185 gram സിമെന്റ് വേണം. ഇനി 76 mm ക്യൂബ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലോ അതിലേക്ക് 235 gram സിമെന്റ് വേണം. ഓക്കെ, അത്രയും അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ മൗൾഡ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൈസിൽ മോട്ടാർ എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്, ഇറ്റ് ഈസ് 76 mm 70.6 mm. അതിൽ 70.6 mm എന്ന് പറയുന്നത് 185 gram സിമെന്റ് വേണം. 76 mm ക്യൂബിനാണെങ്കിൽ 235 gram സിമെന്റ് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ദ മോട്ടാർ ആഫ്റ്റർ ബീങ് പ്ലേസ്ഡ് ഇൻ ദ മൗൾഡ് ഈസ് കോമ്പാക്റ്റഡ് ഇൻ വൈബ്രേറ്റിംഗ് മെഷീൻ ഫോർ 2 minutes. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇതിനെ കോമ്പാക്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യണം, ഇനി കോമ്പാക്ട് ചെയ്യണം. എത്ര നേരം കോമ്പാക്ട് ചെയ്യണം, 2 minutes. 2 minutes കോമ്പാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കോമ്പാക്ട് ചെയ്യേണ്ട എത്ര സമയമാണ്, 2 minutes എന്ത് ചെയ്യണം, കോമ്പാക്ട് ചെയ്യണം. ഇനി എന്താണ് ചെയ്യേണ്ടത്, ദ മൗൾഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ എ ഡാം ക്യാബിൻ ഫോർ 24 hours. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണം, ഞാൻ ഇനി ഡാംപ് ആയിട്ടുള്ള ഒരു ക്യാബിനിൽ വെക്കുക. എത്ര സമയമാണ്, ഇറ്റ് ഈസ് 24 hours. 24 hours ഒരു ഡാം ക്യാബിനിൽ ഇതിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം, 24 hours കഴിഞ്ഞിട്ട് സ്പെസിമെൻസ് ആർ റിമൂവ്ഡ് ഫ്രം ദ മൗൾഡ്സ് ആൻഡ് ദേ ആർ സബ്മർജ്ഡ് ഇൻ ക്ലീൻ വാട്ടർ ഫോർ ക്യൂറിംഗ്. 24 hours കഴിഞ്ഞിട്ട് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് ക്ലീൻ വാട്ടറിൽ സബ്മർജ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ക്യൂബ്സ് എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക അറ്റ് ദ എൻഡ് ഓഫ് 3 days ആൻഡ് 7 days. അപ്പൊ എത്രയാണ്, 3 daysലും ടെസ്റ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, 7 daysലും ഞാൻ എന്ത് ചെയ്യണം, ഈ സ്പെസിമെൻസിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ടെസ്റ്റിംഗ് ഓഫ് ക്യൂബ് ഈസ് carried out on their 3 sides without പാക്കിംഗ്. ഒരു പാക്കിംഗ് ഒന്നും ഇല്ലാണ്ട് 3 സൈഡ്സിലും നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിങ്ങിന് നമുക്ക് ചെയ്യാം. Thus 3 cubes are tested each time to find out the compressive strength. അപ്പൊ എത്ര ടെസ്റ്റ് സ്പെസിമെൻസ് വേണം, 3 specimens are required. ഓക്കെ, 3 എണ്ണത്തിന്റെ നമ്മൾ ചെയ്യണം. 3 എണ്ണത്തിന്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, then during the test load is to be applied uniformly at the rate of, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 350 kilogram per centimeter square ആണ്. ഓക്കെ, എത്രയാണ്, 350 kilogram per centimeter square. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി കംപ്രസീവ് സ്ട്രെങ്ത് അറ്റ് ദ എൻഡ് ഓഫ് 3 days. 3 daysലെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി less than, okay, at the end of 3 days should not be less than 115 kilogram per centimeter square. Okay, should not be less than, ഇത് 115 kilogram per centimeter square താഴാൻ പാടില്ല. ഇനി at the end of 7 days ആണ് ഞാൻ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുന്നതെങ്കിലോ എന്തായിരിക്കണം, ഇത് should not be less than എത്രയാണ്, 175 kilogram per centimeter square. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്തിൽ പഠിക്കണം. അപ്പൊ കംപ്രസീവ് സ്ട്രെങ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു മോട്ടാർ പ്രിപ്പയർ ചെയ്യണം. അതെന്ന് സിമെന്റും സാൻഡും കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സിമെന്റിന്റെ സാൻഡിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3. അതായത് x gram ഞാൻ സിമെന്റ് എടുക്കുകയാണെങ്കിൽ 3x gram സാൻഡ് എടുക്കാം. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അതായത് x gram സിമെന്റ് വെച്ചിട്ടാണ് ഞാൻ മോട്ടാർ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 0.4x gram എന്ത് ചെയ്യണം, ഞാൻ വാട്ടർ ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ മൗൾഡിലേക്ക് പ്ലേസ് ചെയ്യാം. മൗൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 70.6 mm മൗൾഡ് ഉണ്ടാക്കാം, 76 mm മൗൾഡ് ഉണ്ടാക്കാം. 70.6 mm ആണെങ്കിൽ 185 gram സിമെന്റ് എടുക്കണം. 76 mm ക്യൂബാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൽ 235 gram സിമെന്റ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്ത് വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യുക. 2 minutes വൈബ്രേറ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യുക. എന്നിട്ട് അതിനെന്തോ ഒരു ഡാം പ്ലേസിൽ വയ്ക്കുക 24 hours. എന്നിട്ട് അതിനെടുത്ത് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 daysലും കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാം, 7 daysലും എടുക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് മെഷീനിലേക്ക് വെക്കുക.
നമ്മൾ എത്ര 3 സ്പെസിമെൻസ് എന്ത് ചെയ്യണം 3 ഡേയ്സിൽ നമ്മൾ നോക്കുമ്പോൾ 3 സ്പെസിമെൻസ് നമ്മൾ ചെയ്യണം 7 ഡേയ്സ് നോക്കുമ്പോൾ 3 സ്പെസിമെൻസ് ചെയ്യണം ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ റെസ്പെക്റ്റീവ് ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി ലോഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 350 kg/cm² ആണ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് യൂണിഫോം ലോഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് ഇനി 3 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 115 kg/cm² and 7 days compressive strength should not be less than 175 kg/cm². അപ്പൊ ഇത്രയാണെന്ന് പറഞ്ഞത് കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അല്ലേ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നാലാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ഏതാണ് ടെൻസൈൽ സ്ട്രെങ്ത് ഓക്കെ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ദിസ് ടെസ്റ്റ് വാസ് ഫോർമലി യൂസ്ഡ് ടു ഹാവ് ആൻ ഇൻഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ഓക്കെ ടെൻസൈൽ സ്ട്രെങ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിന്റെ വാല്യൂ തരും കംപ്രസീവ് സ്ട്രെങ്തിന്റെ വാല്യൂ തരുമായിരുന്നു മുന്നേ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇറ്റ് ഈസ് അറ്റ് പ്രസന്റ് ജനറലി യൂസ്ഡ് ഫോർ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ എവിടെയാണ് അറ്റ് പ്രസന്റ് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഓക്കെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മോട്ടാർ പ്രിപ്പയർ ചെയ്യണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മോട്ടാർ പ്രിപ്പയർ ചെയ്യുക ഓക്കെ മോട്ടാർ എന്ന് പറയുന്നത് സിമെന്റും സാൻഡും വെച്ചിട്ട് തന്നെയാണ് നേരത്തെ പോലെ മോർട്ടാർ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 ആണ് ഓക്കെ വാട്ടർ എന്നിട്ട് എന്താണ് ഈ മോട്ടാറിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 8% ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് ആൻഡ് സാൻഡ് ഓക്കെ സിമെന്റ് സാൻഡിന്റെ വെയിറ്റ് എത്രയാണ് വരുന്നത് അതിന്റെ 8% ആണ് വാട്ടർ നമ്മൾ ഈ മോട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി എന്ത് ചെയ്യണം ഈ മോട്ടാറിനെ എടുത്തിട്ട് ഒരു ബ്രിക്കറ്റ് മൗൾഡിലേക്ക് പ്ലേസ് ചെയ്യുക എന്താണ് ബ്രിക്കറ്റ് മൗൾഡ് ഓക്കെ ബ്രിക്കറ്റ് മൗൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 25.4 mm ബൈ 25.4 mm ആണ് അതിന്റെ എലിവേഷൻ മീൻസ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 25.4 mm ഇനി അതിന്റെ പ്ലാൻ വ്യൂ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും ആൻഡ് ഈ ഒരു സെന്റർ ടു ഈ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50.8 mm ആണ് ആൻഡ് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 44.5 mm ഇനി ടോട്ടൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 76.2 mm ഓക്കെ ദെൻ ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 12.7 mm ഓക്കെ ഇതാണ് ഒരു ബ്രിക്കറ്റ് മൗൾഡിന്റെ സൈസ് വരുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്രയ്ക്ക് എല്ലാം പഠിച്ച സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഡയമെൻഷൻസ് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ മോട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ബ്രിക്കറ്റ് മൗൾഡിലേക്ക് ഞാൻ എന്ത് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മൗൾഡ് ഈസ് ഫിൽഡ് വിത്ത് മോട്ടാർ ആൻഡ് ദെൻ എ സ്മോൾ ഹീപ്പ് ഓഫ് മോട്ടാർ ഈസ് ഫോംഡ് അറ്റ് ഇറ്റ്സ് ടോപ്പ് കുറച്ച് ടോപ്പിലായിട്ട് എന്ത് ചെയ്യണം ഹീപ്പ് പോലെ ഫോം ചെയ്യാം ഇറ്റ് ഈസ് ബീറ്റൻ ഡൗൺ ബൈ സ്റ്റാൻഡേർഡ് സ്പാറ്റുല എന്നിട്ട് ബ്രിക്കറ്റ് മൗൾഡിൽ വെക്കുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് സ്പാറ്റുല വെച്ചിട്ട് എന്താണ് ബീറ്റ് ചെയ്യണം എന്തിനാണ് ടിൽ വാട്ടർ അപ്പിയേഴ്സ് ഓൺ ദ സർഫസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ അപ്പിയർ ആവുന്ന വരെ ബീറ്റ് ചെയ്യുക ദെൻ സെയിം പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് ഫോർ ദ അതർ സ്പേസ് ഓഫ് ബ്രിക്കറ്റ് ഓക്കെ ഇനി 12 സച്ച് സ്റ്റാൻഡേർഡ് ബ്രിക്കറ്റ്സ് ആർ പ്രിപ്പയർഡ് അപ്പൊ എത്ര എണ്ണം വേണം നമുക്ക് 12 എണ്ണം വേണം ഓക്കെ 12 സച്ച് സ്റ്റാൻഡേർഡ് ബ്രിക്കറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇനി ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് 12 സ്പെസിമെൻസ് ബ്രിക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞില്ലേ ഈ 12 എണ്ണത്തിനും കൂടി ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞിട്ട് 600 gram ഓക്കെ 600 gram എന്ത് ആവശ്യമുണ്ട് സിമെന്റ് ആവശ്യമുണ്ട് ഈ 12 ബ്രിക്കറ്റിനും കൂടി ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ബ്രിക്കറ്റ് നമ്മൾ ഡാംപ് ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക ഓക്കെ എത്ര സമയം വയ്ക്കണം 24 hours വയ്ക്കുക ഓക്കെ അല്ലേ briquettes are carefully removed from the mounds and they are submerged in clean water for curing ഡാം പ്ലേസ് വെച്ചിട്ട് ക്യൂറിങ് ചെയ്യാം ഇനി എന്ത് ചെയ്യണം ബ്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് 3 ഡേ ഇവിടെ എന്താണ് 3 ഡേയ്സിലും
7 days ഞാൻ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, 6 briquettes are tested in each test and the average is found out. അപ്പൊ എത്ര, 6 സ്പെസിമെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. 6 briquettes ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 days ടെസ്റ്റ് ചെയ്യണം. 6 briquettes 7 days ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോഡ് അപ്ലൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, ലോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ it is 35 kg/cm². ആണ് ലോഡ് അപ്ലൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, it is 35 kg/cm². and it may be noted that cross sectional area of briquette at its least section is 6.45 cm². എത്രയാണ്, 6.45 cm². എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയ, ക്രോസ് സെക്ഷൻ അറ്റ് ഇറ്റ്സ് ഏരിയ ഓഫ് briquette at its least section. ലീസ്റ്റ് സെക്ഷനിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, it is 6.45 cm² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എങ്ങനെ കിട്ടും, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓഫ് സിമന്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എന്താണ്, ഫെയിലിംഗ് ലോഡ് എന്ന് എത്രയാണോ നമുക്ക് കിട്ടുന്നത്, അത് ഡിവൈഡഡ് ബൈ 6.45. അതായത് നമ്മൾ ആ ഒരു ലീസ്റ്റ് സെക്ഷനിലെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് നമ്മൾ എടുക്കുന്നത് 6.45. ഓക്കെ, ഇനി 3 ഡേയ്സിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഓക്കെ 3 ഡേയ്സിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 3 ഡേയ്സിലെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 20 kg/cm². 20 kg/cm² താഴാൻ പാടില്ല. ഇനി അറ്റ് ദ എൻഡ് ഓഫ് 7 ഡേയ്സ് ആണ് നോക്കുന്നതെങ്കിലോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25 kg/cm². അപ്പൊ ഇത്രയാണ് നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എങ്ങനെയാണ്, ശരിക്കും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടുന്ന ഫെയിലിംഗ് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് ലീസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എടുക്കുന്നത്. അതാണ് എത്രയെന്നാണ് 6.45 cm² എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൺസിസ്റ്റൻസി ആണ്. അടുത്ത് നോക്കാനുള്ളത് കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഓക്കെ, കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ. കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇത് എന്തിനാ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ടു ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ടു പ്രിപ്പയറിംഗ് ദ സിമന്റ് പേസ്റ്റ് ഫോർ അതർ ടെസ്റ്റ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യം 300 gram സിമന്റ് എടുക്കുക, അതിലേക്ക് നമ്മൾ 30% വാട്ടർ അല്ലെങ്കിൽ 90 gram വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വാട്ടറും സിമെന്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഓൺ എ നോൺ പോറസ് സർഫസ്. ഇനി ഫിൽ ദ മൗൾഡ് ഓഫ് വിക്കറ്റ് അപ്പാരറ്റസ്. അപ്പൊ കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഏത് അപ്പാരറ്റസ് വെച്ചിട്ടാണ്, ഇറ്റ് ഈസ് വിക്കറ്റ് അപ്പാരറ്റസ്. ഏതാണ്, വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആ സിമന്റ് പേസ്റ്റിനെ എടുത്ത് വിക്കറ്റ് അപ്പാരറ്റസിലേക്ക് ചെയ്യാം. ഇനി the interval between the addition of water to the commencement of filling the mold is known as time of gauging. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടൈം ഓഫ് ഗേജിങ് എന്താണെന്ന് അറിയണം. ടൈം ഓഫ് ഗേജിങ്. ഓക്കെ, ടൈം ഓഫ് ഗേജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ആ ഒരു സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത്, ഇന്റർവൽ ബിറ്റ്വീൻ ദ അഡീഷൻ ഓഫ് വാട്ടർ ടു ദ കമൻസ്മെന്റ് ഓഫ് ഫില്ലിംഗ് ദ മോൾഡ് ഈസ് നോൺ ആസ് ടൈം ഓഫ് ഗേജിങ്. അതായത് നമ്മൾ സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് ആ എന്താണ് വിക്കറ്റ് അപ്പാരറ്റസിൽ ഫില്ല് ചെയ്യുന്ന വരെയുള്ള സമയം. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് it should be between 3/4 to 4/1/4 minutes. ഓക്കെ, അപ്പൊ ടൈം ഓഫ് ഗേജിങ് എന്ന് പറഞ്ഞാൽ 3/4 to 4/1/4 മിനിറ്റ്സിനുള്ളിൽ ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു വിക്കറ്റ് അപ്പാരറ്റസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലെന്തുണ്ട്, ഒരു മൂവിങ് ഫ്രെയിം ഉണ്ട്, ഒരു മൂവബിൾ റോഡ് ഉണ്ട് അല്ലെ, പിന്നെ ഒരു എന്താണ് ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യണം, വിക്കറ്റ് മൗൾഡ് ഇത് ചെയ്തതിന് ശേഷം അതിലുള്ള നീഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുക അതിലേക്ക്. ഓക്കെ,
Wicket mold is in the form of a cylinder and it can be split into two halves. Wicket mold is placed on a non-porous plate. There are three attachments. എന്താണ് ഒരു സ്ക്വയർ നീഡിൽ ഉണ്ടാവും, പ്ലഞ്ചർ ഉണ്ടാവും, നീഡിൽ വിത്ത് ആനുലാർ കോളർ ഉണ്ടാവും. ഓക്കെ, 3 അറ്റാച്ച്മെന്റ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്ക്വയർ നീഡില്, പ്ലഞ്ചർ, നീഡിൽ വിത്ത് ആനുലാർ കോളർ. ഓക്കെ, അതിൽ സ്ക്വയർ നീഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഏതാണ് സ്ക്വയർ നീഡിൽ? സ്ക്വയർ നീഡിൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ്? ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സ്ക്വയർ നീഡിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്ലഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? പ്ലഞ്ചർ ഈസ് യൂസ്ഡ് ഫോർ കൺസിസ്റ്റൻസി ടെസ്റ്റ്. അപ്പൊ കൺസിസ്റ്റൻസി ടെസ്റ്റിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്ലഞ്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നീഡിൽ വിത്ത് ആനുലാർ കോളർ. ഓക്കെ, നീഡിൽ വിത്ത് ആനുലാർ കോളർ എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ വിക്കറ്റ് അപ്പാരറ്റസിൽ 3 പാർട്സ് ഉണ്ട് മെയിൻ ആയിട്ട്. 3 അറ്റാച്ച്മെന്റ്സ് ആണുള്ളത്. സ്ക്വയർ നീഡിൽ ഉണ്ട്. സ്ക്വയർ നീഡിൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ്. പിന്നെ ഒരു പ്ലഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാനാണ്. പിന്നെ നീഡിൽ വിത്ത് ആനുലാർ കോളർ ഉണ്ട്, അതുകൊണ്ട് ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്താണ്? കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? പ്ലഞ്ചർ എടുത്ത് ആ മൂവബിൾ റോഡിലെ വിക്കറ്റ് അപ്പാരറ്റസിലെ മൂവബിൾ റോഡിലേക്ക് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലഞ്ചറിനെ ആ പേസ്റ്റിന്റെ, അതായത് നമ്മുടെ മൗൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ട് എന്താ? പേസ്റ്റ് ഫില്ല് ചെയ്തിരിക്കും. അപ്പൊ ഈ പ്ലഞ്ചർ ജസ്റ്റ് ഈ ഇതിന്റെ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, the plunger is gently lowered on the paste in the mold. The settlement of plunger is noted. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലഞ്ചർ എന്ന് മാത്രം സെറ്റിൽ ആവുന്നു അത് നോക്കുക, സെറ്റിൽമെന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, സെറ്റിൽമെന്റ് നോട്ട് ചെയ്യുമ്പോഴത്തേക്കും if the penetration is between എന്താണ് 5 mm to 7 mm, 7 mm നും 5 mm നും ഇടയ്ക്കാണെങ്കിൽ, അതായത് ഫ്രം ദ ബോട്ടം ഓഫ് ദ മോൾഡ്, അതായത് ഈ ഒരു ബോട്ടത്തിൽ നിന്നും ആ ഒരു പെനട്രേഷൻ എന്ന് പറയുന്നത് 5 mm നും 7 mm നും കറക്റ്റ് ആണെങ്കിൽ വാട്ടർ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. Okay, if penetration is not proper, process is repeated with a different percentage of water till the desired penetration is obtained. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ 5 to 7 mm അകത്തല്ല വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഡിഫറെന്റ് പെർസെൻറ്റേജ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ 5 to 7 mm ഫ്രം ബോട്ടം പെനട്രേഷൻ സംഭവിക്കുന്നത്, ആ ഒരു വാട്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സിമെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ടു ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് ദ സിമെന്റ് പേസ്റ്റ്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു വിക്കറ്റ് അപ്പാരറ്റസിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയുക. വേറെ ഒന്നും അറിയണ്ട. 300 gram സിമെന്റ് എടുക്കുക, അതിലേക്ക് 30% അല്ലെങ്കിൽ 90 gram വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന പേസ്റ്റിനെ എടുത്ത് വിക്കറ്റ് അപ്പാരറ്റസിൽ ആ മോഡൽ പ്ലേസ് ചെയ്യുക. വിക്കറ്റ് അപ്പാരറ്റസിൽ ആ ടൈം ഓഫ് ഗേജിങ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ടൈം ഓഫ് ഗേജിങ് എന്ന് പറയുന്നത് the time interval between the addition of water to the commencement of filling the mold is known as time of gauging, and അതെന്ന് പറഞ്ഞാൽ 3/4 to 4/4 മിനിറ്റ് ആണ്. നമ്മൾ ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ 3 അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. സ്ക്വയർ നീഡിൽ ഉണ്ട്, അതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. പ്ലഞ്ചർ ആണെങ്കിൽ കൺസിസ്റ്റൻസി ടെസ്റ്റിന് യൂസ് ചെയ്യും. നീഡിൽ വിത്ത് ആനുലാർ കോളർ ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പൊ നമ്മൾ എന്താണ്? പ്ലഞ്ചർ ആണ് നമുക്ക് ആവശ്യമാണ്. പ്ലഞ്ചറിന് ജസ്റ്റ് ഈ ഒരു സിമെന്റ് ബേസിന്റെ പുറത്ത് സർഫസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സെറ്റിൽമെന്റ് നോക്കുക. സെറ്റിൽമെന്റ് 5 mm നും 7 mm നും ഇടയ്ക്കാണ്, ഫ്രം ദ ബോട്ടം ഓഫ് ദ മൗൾഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആണെങ്കിൽ എന്താണ്? നമ്മൾ ആഡ് ചെയ്ത വെള്ളം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ നമ്മൾ ഈ സിമെന്റിലേക്ക് ആഡ് ചെയ്യുക. എപ്പോഴാണോ ഈ ഒരു പെനട്രേഷൻ വാല്യൂ കിട്ടുന്നത്, അതിനെന്ന് പറയുന്നത് നമ്മുടെ ആ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് സിമെന്റ് പേസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ടെസ്റ്റുകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Thank you.